ലോകം വീണ്ടും ഒരു വലിയ നയതന്ത്ര പോരാട്ടത്തിന്റെയും സൈനിക ഭീഷണികളുടെയും മുനമ്പിൽ നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളും ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെയുള്ള 10 ദിവസത്തെ അന്ത്യശാസനവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ താൻ ഇടപെട്ടുവെന്ന അവകാശവാദവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ശക്തമായ മറുപടിയുമെല്ലാം ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു പുതിയ ശീതയുദ്ധ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇത് വെറുമൊരു അധികാര വടംവലി മാത്രമല്ല, മറിച്ച് ലോക സാമ്പത്തിക ക്രമത്തെയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമായി മാറിയിരിക്കുന്നു. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും ഭീഷണികളും വഴി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശൈലിയും വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇറാനുമായി ഒരു അർത്ഥവത്തായ കരാറിൽ ഏർപ്പെടാൻ 10 ദിവസത്തെ സമയം മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ ടെഹ്റാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് വെറുമൊരു വാചക കസർത്തല്ല എന്നാണ് സൈനിക വിന്യാസങ്ങൾ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തമാക്കിക്കൊണ്ടാണ് ട്രംപ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന തർക്കത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഇത് നടപ്പിലാക്കാൻ ട്രംപ് സ്വീകരിക്കുന്ന വഴി സൈനികമായ സമ്മർദ്ദത്തിൻ്റെതാണ്. ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ തൻ്റെ ഉന്നത ഉപദേശകരുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. സൈനികമായ തയ്യാറെടുപ്പുകൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നതല്ല. ഇറാനിയൻ അതിർത്തിക്ക് സമീപം അമേരിക്കൻ വിമാനങ്ങളും കപ്പലുകളും ഇതിനകം തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. 50ലധികം യുദ്ധവിമാനങ്ങളും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള ടാങ്കറുകളും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ USS ജെറാൾഡ് ആർ ഫോർഡ് മെഡിറ്ററേനിയൻ തീരത്തേക്ക് നീങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ വഴങ്ങാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഒരു സൈനിക ആക്രമണം പോലും ഉണ്ടായേക്കാമെന്ന ഭീതി പടരുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വിപണിയെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുമെന്ന ഭീതിയിലാണ് നിക്ഷേപകർ. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന ട്രംപിന്റെ അവകാശവാദം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ദക്ഷിണേഷ്യയിലെ 2 ആണവ ശക്തികൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ താൻ ഉപയോഗിച്ചത് 200% ഇറക്കുമതി തീരുവ എന്ന സാമ്പത്തിക ആയുധമാണെന്നാണ് ട്രംപ് പറയുന്നത്. വ്യാപാര ബന്ധങ്ങൾ വിച്ഛേദിക്കുമെന്നും കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയതോടെ ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയതിലൂടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചുവെന്നും ഇതിലൂടെ താൻ നൊബേൽ സമാധാന പുരസ്കാരത്തിന് അർഹനാണെന്നും ട്രംപ് തുറന്നു പറയുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നോട് നന്ദി പറഞ്ഞുവെന്ന വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തി. എങ്കിലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതിന് വിപരീതമായ നിലപാടാണ് ഉള്ളത്. സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും ഇരു രാജ്യങ്ങളും നേരിട്ട് നടത്തിയ ചർച്ചകളാണ് ഫലം കണ്ടതെന്നുമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. ട്രംപിന്റെ മധ്യസ്ഥതയെ ഇന്ത്യ ഒരിക്കലും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ട്രംപ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിമാനങ്ങൾ വെടിവെച്ചിടുകയും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും ചെയ്ത ഘട്ടത്തിൽ സാമ്പത്തിക നഷ്ടം ഭയന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും പിന്നോട്ട് പോയതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ പലതവണ ആവർത്തിച്ച ഈ അവകാശവാദം ട്രംപിന്റെ നയതന്ത്ര ശൈലിയുടെ ഒരു നേർക്കാഴ്ചയാണ്. സൗഹൃദത്തെക്കാൾ ഉപരിയായി സാമ്പത്തികമായ സമ്മർദ്ദത്തിലൂടെ ലോകരാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താം എന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥ ഇന്ത്യയെപ്പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാനെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 മുകളിലേക്ക് കുതിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി വലിയ തോതിൽ ആശ്രയിക്കുന്ന UAEയുടെ മർബൻ ക്രൂഡ് വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. എണ്ണവിലയിലെ ഓരോ ഡോളറിന്റെ വർധനവും ഇന്ത്യയുടെ സാമ്പത്തിക ബാധ്യത കോടിക്കണക്കിന് രൂപയായി വർദ്ധിപ്പിക്കും. ഇത് രാജ്യത്തെ പണപ്പെരുപ്പത്തിന് കാരണമാവുകയും സാധാരണക്കാരൻ്റെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പെട്രോൾ, ഡീസൽ വിലയിലുണ്ടാകുന്ന മാറ്റം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കാണ് നയിക്കുക. ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇതിൻ്റെ ആഘാതം പ്രകടമാണ്. സെൻസെക്സും നിഫ്റ്റിയും വലിയ ഇടിവാണ് നേരിട്ടത്. വിദേശ നിക്ഷേപകർ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കാൻ തുടങ്ങിയത് ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. രൂപയുടെ മൂല്യത്തിൽ നേരിയ മുന്നേറ്റമുണ്ടായെങ്കിലും ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് രൂപയെ വീണ്ടും സമ്മർദ്ദത്തിലാക്കും. ആഗോള തലത്തിലുള്ള ഇത്തരം അനിശ്ചിതത്വങ്ങൾ ഇന്ത്യയുടെ വികസന കുതിപ്പിന് തടസ്സമാകാതിരിക്കാൻ സർക്കാർ ജാഗ്രത പാലിക്കേണ്ടി വരും. റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് പുറമെ പുതിയ വിപണികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടായാൽ അത് ഏഷ്യൻ വിപണികളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വൻ ദുരന്തമായി മാറും.
ട്രംപിന്റെ വിരട്ടൽ തന്ത്രങ്ങൾ എല്ലാവരോടും ചെലവാകില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണത്തിന് വഴിതെളിച്ചു. ക്യൂബയ്ക്കും വെനസ്വേലയ്ക്കുമെതിരെ ട്രംപ് പ്രഖ്യാപിച്ച ഉപരോധങ്ങളെ പുടിൻ രൂക്ഷമായി വിമർശിച്ചു. സ്വന്തം രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള ക്യൂബൻ ജനതയുടെ അവകാശത്തെ അമേരിക്ക തടസ്സപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വെനസ്വേലൻ പ്രസിഡന്റിനെതിരെയുള്ള നീക്കങ്ങളും ക്യൂബയ്ക്കുള്ള സഹായങ്ങൾ തടയുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് റഷ്യയുടെ പക്ഷം. ട്രംപിന്റെ ഉപരോധങ്ങളെ മറികടക്കാൻ ക്യൂബയെ സഹായിക്കുമെന്ന പുടിന്റെ പ്രഖ്യാപനം അമേരിക്കയ്ക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. അമേരിക്കയുടെ ഉപരോധം മൂലം ക്യൂബൻ സമ്പദ് വ്യവസ്ഥ വലിയ തകർച്ചയാണ് നേരിടുന്നത്. എണ്ണയും മറ്റ് അവശ്യ സാധനങ്ങളും ലഭിക്കാതെ ജനങ്ങൾ വലയുമ്പോൾ റഷ്യൻ സഹായം അവർക്കൊരു വലിയ ആശ്വാസമാകും. ആഗോളതലത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ റഷ്യയും ചൈനയും അടങ്ങുന്ന ഒരു ബദൽ ശക്തി രൂപപ്പെടുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത്. ഇറാന്റെ കാര്യത്തിലും റഷ്യയുടെ നിലപാട് നിർണായകമായിരിക്കും. ട്രംപ് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും മറ്റു രാജ്യങ്ങൾ അതിനെതിരെ സംഘടിക്കുകയും ചെയ്താൽ ലോകം വീണ്ടും വിഭജിക്കപ്പെടും. ഈ അധികാര വടംവലിയിൽ വികസ്വര രാജ്യങ്ങൾക്കാണ് ഏറ്റവും വലിയ ആഘാതമേൽക്കുക. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണശൈലി എപ്പോഴും പ്രവചനാതീതമാണ്. ഭീഷണികളിലൂടെയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇറാനുമായുള്ള 10 ദിവസത്തെ സമയപരിധി അവസാനിക്കുമ്പോൾ ലോകം എന്താണ് സംഭവിക്കുക എന്ന് ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ഒരു കരാർ ഉണ്ടാകുമോ അതോ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആഗോള സമാധാനത്തിന് ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങൾക്കിടയിൽ സംയമനത്തിൻ്റെയും ചർച്ചകളുടെയും പാത തുറന്നു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ലോകം ഒരു പുതിയ ക്രമത്തിലേക്ക് മാറുമ്പോൾ സമാധാനപരമായ സഹവർത്തിത്വത്തിനാണോ അതോ അധികാര രാഷ്ട്രീയത്തിനാണോ മുൻഗണന നൽകേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇറാനിൽ നിന്നുള്ള പ്രതികരണങ്ങളും അമേരിക്കയുടെ അടുത്ത നീക്കങ്ങളും ആഗോള വിപണിയെയും രാഷ്ട്രീയത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കും. ട്രംപിന്റെ 10 ദിവസത്തെ അന്ത്യശാസനം ആഗോള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നയതന്ത്രജ്ഞതയും വിവേകവും പരാജയപ്പെടുന്നിടത്ത് തോക്കുകൾ സംസാരിച്ചു തുടങ്ങും എന്ന പഴയ പാഠം ആവർത്തിക്കാതിരിക്കാൻ ലോക നേതാക്കൾ ജാഗ്രത പാലിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.